വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തലപതി ഡ്രോയിങ് ചലഞ്ച് ആണ്. ചലഞ്ച് എങ്ങനെ കളിക്കാൻ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും സെയിം ചിത്രമാണ് തന്നിരിക്കുന്നത്. കളേഴ്സ് വാട്ടർ കളറും ഉണ്ട്, ക്രയോൺസും ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നമുക്ക് നോക്കാം സെയിം ആണോ വ്യത്യസ്തമാണോ വരികയെന്ന്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടാൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോ ഞാൻ ഹെയറിന് കൊടുക്കുന്നത് ഈ കളറാണ്. ഞാൻ ഹെയറിന് കൊടുക്കുന്നത് ഈ കളറാണ്. ഞാൻ ആദ്യം തന്നെ വാട്ടർ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. എനിക്ക് പിന്നെ വാട്ടർ കളർ ഈസ് അലർജി. എന്റെ ഇത് മാർക്കർ കൊണ്ട് കൊടുത്തോണ്ട് എനിക്ക് അറിയില്ല ഇവിടെ ഇത് വരുമോന്ന്, പ്രോബ്ലംസ് വരുമോന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പൊ തൽക്കാലം ആ കളർ കൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അച്ഛന് ആവശ്യം വരുമോ എന്ത് കളേഴ്സ്? വാട്ടർ കളർ എനിക്ക് വേണ്ട, എനിക്ക് അത് ഇഷ്ടമല്ല. ഞാൻ കൊടുത്താൽ ഞാനൊരു കളർ കൊടുക്കുന്നുണ്ട്, എന്താന്ന് എനിക്കറിയില്ല. അത് ഭംഗിയിൽ വരുമോന്ന് വെച്ചാൽ ഇതൊരു എനിമീസ് ആണല്ലോ, എനിമീസിന്റെ ഡ്രോയിങ് ആ ചെയ്യുന്നത്. പിന്നെ ഡ്രോയിങ് ചെയ്യൂലല്ലോ, അത് സാധാ പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യാറ്. അതുകൊണ്ടൊരു ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ അങ്ങനെ ഇപ്പോ ചിത്രം എനിമീസിന്റെ അങ്ങനെ ചിത്രം വരയ്ക്കാറില്ല. എന്റെ ഹെഡ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇതിന്റെ മേലെ കൂടെ ക്രയോൺസ് കൊടുക്കണമെന്ന് അറിയില്ല, കൊടുക്കണം. അവസാനം ക്രയോൺസ് കൊണ്ട് ഒരു മാർക്കബിൾ കൊടുക്കാം. എന്റെ ഹെയർ മാർക്കറിന്റെ കൂടി കളറായപ്പോ മിക്സ് ആവണ്ട കേട്ടോ. മാർക്കർ ബ്ലാക്ക് മാർക്കർ കൊണ്ട് ആയതുകൊണ്ട് വെള്ളം തട്ടുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് പരക്കുന്നുണ്ട്. അപ്പൊ അറിയില്ല, വൃത്തിയിൽ വന്നാൽ മതി ലാസ്റ്റ്. മാർക്കർ ആയാലേ പുറത്തേക്ക് പോകുന്ന അറിയൂല, ചെറുതായിട്ടൊന്ന് വരേണ്ട അപ്പുറത്തേക്ക്. ഇത് ബ്ലാക്കും ആ കളറും കൂടി ഒന്ന് മിക്സ് ആയിട്ട് ഒരു ഡാർക്ക് കളറിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അത് കാണാൻ രസമുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു ബ്രൗൺ കൊടുക്കുന്നുണ്ട്. അറിയല്ലേ, പക്ഷെ ഞാൻ പറഞ്ഞ കളറിന് കാണിച്ചു കൊടുക്കണേ. ഞാൻ ഇനി ഈ പറയുന്നതിന് മുന്നേ കളർ കൊടുക്കാൻ തുടങ്ങിയിരിക്കണേ. ഇനി കളർ മാറ്റാൻ പറ്റുമോ? കളർ മാറ്റി അത് കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഹെയർ നമ്മൾ ഏകദേശം ആ കളറിനെ കൊടുക്കാറ്. നമുക്ക് വൃത്തിയിലാണ് നോക്കേണ്ടത്, ആരെ ജയിക്കും തോക്കുന്നത്. ലാസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ, ആരതാ നല്ലത് രസമുള്ളത് നീ കമന്റ് ചെയ്യണം. അത് ഞാൻ തന്നെ ആയാലും മതിയായിരുന്നു. ഓ, അത് നമുക്ക് നോക്കാം ലാസ്റ്റ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഡ്രോയറാണ് കേട്ടോ, അത് നിങ്ങൾ മറക്കരുത്. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ എന്റെ ഡ്രോയിങ്സ് ഒക്കെ ഇട്ടിരുന്നു, അപ്പൊ അതൊക്കെ നോക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇനി ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടാ. അപ്പൊ ഞാൻ എന്റെ ഹെയർ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇതാ ഇങ്ങനെ ഹെയർ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഡാർക്ക് കളറും കൂടി മിക്സ് ആയി വരുന്നുണ്ട്. ഇനി ഞാൻ ഫേസിന്റെ ആ ലൈറ്റ് കളർ കൊടുക്കണം. എനിക്ക് അങ്ങനെ ക്രയോൺസ് അത്ര ആവശ്യമില്ല. വാട്ടർ കളർ കൊണ്ടാണ് ഞാൻ കൂടുതൽ കൊടുക്കുക. ഇത് കംഫോർട്ടബിൾ വാട്ടർ കളർ തന്നെയാണ്. എനിക്ക് കംഫോർട്ടബിൾ മെഴുക് കളറാണ്. അവള് കൂടുതലും ഡ്രോയിങ്സിൽ ക്രയോൺസ് ആണ് യൂസ് ചെയ്യാറ്. ക്രയോൺസും പിന്നെ ഓയിൽ പേസ്റ്റും. ആ, ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് ക്രയോൺസ് കൊണ്ട് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് ഇവൾ വാട്ടർ കളർ എടുത്തു, ഞാൻ ക്രയോൺസ് എടുത്തു. അപ്പൊ ഹെയർ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫേസ് കൊടുക്കാം. ഫേസിന് കളർ മിക്സ് ചെയ്യാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ട്. ആ കളർ വരുമോന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഫേസ് ഹെയർ ഇപ്പോഴും പകുതി പോലും ആയിട്ടുണ്ടാവില്ല. ഞാൻ ഫേസിന്റെ ആ ഒരു ഭാഗം ഒരു ജസ്റ്റ് ഒരു പ്രോബ്ലം വരുന്നുണ്ട് കളറിങ്ങില്.
അത് വരുമെന്ന് പറയാൻ പറ്റില്ല. എടി ഇറേസർ എവിടെയാണ്ടത്? റേസർ പോയോ എടുത്തിട്ടില്ലായിരുന്നു. കുഴപ്പമില്ല. കൊള്ളായാ? കുഴപ്പമില്ല, കുറച്ചുള്ളൂ. ഇത് ബോഡി കളർ കൊടുത്ത് ശരിയാക്കാം. എൻ്റെ ഫേസ് ഒന്ന് കൊള്ളായി. ബ്ലാക്കും കൂടി ആയിപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രൗൺ. അതാണ് ഈ മെഴുക് കളറിന്റെ ഒരു ഇത്. അനക്കതിലുണ്ടല്ലോ മിക്സ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ അങ്ങനെ ആ കളർ ഇല്ല, ലൈറ്റ് കളർ ഇല്ല സ്കിന്നിന്റെ. കഴിഞ്ഞോ? ഹെയർ കഴിഞ്ഞോ? ഹെയർ പോലും കഴിഞ്ഞിട്ട് പകുതി. എന്റെ ഫേസ് കൊടുത്തിട്ട് എന്തോ ആവുന്നുണ്ട് ചിത്രം. ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കണ്ണെങ്ങനെ കൊടുക്കണ്ടെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനിടയില ഈ ഹെയർ. കണ്ണിന് പല കളറും കൊടുക്കാം. എന്നാൽ ഞാൻ കൊടുക്കുന്ന കളറ് ഫ്രണ്ട്സിന് മാത്രം കാണിച്ചു തരാം. ഈ ഇവൾക്ക് കാണിച്ചു കൊടുക്കൂല. ലാസ്റ്റ് എന്നാലും ഞാനാ ജയിക്കാം. അത് ദൈവത്തിനെ അറിയുള്ളൂ ആരാ ജയിക്കാന്ന്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനം. അതന്നെ. എന്റെ ബ്രൗൺ ഒന്ന് കൂട്ടി കൊടുക്കണം. രണ്ടാള് ഹെയറിന് ആ കളർ തന്നെയാ കൊടുക്കുന്നത്. അതുകൊണ്ടൊരു ഈ കളറ് കണ്ടടി? ഇല്ല കണ്ടിട്ടില്ല. കണ്ടാ ഞാന്. പക്ഷെ എന്റെ ബ്രൗണ് കാണാൻ ശരിക്കും ഓറഞ്ചിനെ പോലെ ഇരിക്കും. ഞാൻ ബ്രൗൺ ഏകദേശം ഒരു ലൈറ്റ് ഷെയ്ഡിക്ക് കൊടുക്കുന്നുണ്ട്. പോകുന്നുണ്ട് സത്യം പറയാം. ഫേസിനും ആ കളർ വരുന്നുണ്ട് ഏകദേശം. അതുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ ആക്കാൻ പോവാണ്. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. എടി നമ്മൾ മനുഷ്യ കളറില്ലാണ്ട് ഇതിന്റെ കണ്ടോ? ഒരു ലൈറ്റ് കളർ. എന്തെങ്കിലും മനുഷ്യ കളർ ഉണ്ടാ? ആ ഉണ്ടല്ലോ. ഇത് ഇല്ലേ? അന്റെ വാട്ടർ കളർ ഉണ്ട്. വാട്ടർ കളറിലില്ല. എന്ത്? നമുക്ക് ഞാൻ തരണ്ടല്ലോ. വേണ്ട, ഞാൻ ഇതിലില്ല. സാധാ വാട്ടർ കളറിൽ ഉണ്ടാവാറില്ല. അതന്നെ ഞാനൊരു മാജിക്കലായിട്ടാ കാണുന്നത്. വാട്ടർ കളർ വേണ്ടി വരും. വാട്ടർ കളർ എനിക്കൊന്നും വേണ്ട. അല്ല എന്നോടാണ് ഞാൻ ഹെയറും കഴിഞ്ഞു ഫേസും കഴിഞ്ഞു. പക്ഷെ ഹെയർ കഴിഞ്ഞിട്ടില്ല, ഫേസും കാണിച്ചു തരാം. പക്ഷെ ഫേസ് ഒരു ഭയങ്കര ഫാസ്റ്റ് ആണ് ഇവള്. എന്താ ഫേസ് ഒരു ഡാർക്ക് ഷെയ്ഡിക്ക് വരുന്നുണ്ട്. നമുക്ക് കൊടാവോന്നൊക്കെ അറിയില്ല. ഡ്രസ്സിന് ഇപ്പൊ എന്താ കൊടുക്കാന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ഇഷ്ടമുള്ള കളർ കൊടുക്കാലോ. കൊടുക്കാം. ഞാനൊരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കളർ തീരുമാനിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനത് അച്ഛു എന്റെ മെഴുകൊന്ന് നോക്കട്ടെ. കുറച്ചെണ്ണം കഴിഞ്ഞ് എനിക്ക് തരണേ. ഇന്ന് ബോഡി കളർ എടുക്കണം. മതി. ബോഡി കളർ എടുത്തിട്ടില്ലല്ലോ. ഇല്ല. ഞാൻ കാണിച്ചു തരാം ഡ്രസ്സിന് ഏതാ കൊടുക്കണെന്ന്. ഇപ്പൊ അതിനാണ്. അല്ലാതെ ഡ്രസ്സിന് മെഴുകൊണ്ട് കൊടുക്കാനല്ല ഞാൻ ആ കളർ എടുത്തിങ്ങനെ. പിന്നെ എന്തിനാ അതിന് വരുന്ന ഗായ്സ് ഒന്ന് കാണിച്ചെടുക്കണ്ടേ? പിന്നെ ഇതിലിങ്ങനെ കാണിക്കാറില്ലല്ലോ. അപ്പോൾ ഈ കളറാണ് ഞാൻ. ഈ 2 കളറാണ് ഞാൻ ഡ്രസ്സിന് കൊടുക്കുന്നത്. കൊടുത്ത ദാച്ചു തരാം. ഇത് പെട്ടെന്നാണ്. ഓക്കെ കേട്ടോ. പക്ഷെ ഇത് ആവശ്യമുണ്ട്. എടുത്തോ. നമുക്ക് വേണ്ടിയില്ലല്ലോ. എനിക്ക് ആകെ ബോഡി കളർ മാത്രം ഇപ്പൊ വേണം. അത് ഞാൻ എടുത്ത് വെച്ചോന്നാണ്. അല്ല, എനിക്കൊരു ഷെയ്ഡിങ് കൊടുക്കാനുള്ള ഷെയ്ഡിങ് ഞാൻ എടുത്തു തരാം. എന്തായി? ഡ്രസ്സൊക്കെ പോയിട്ടുണ്ട്. ലാസ്റ്റ് ഒക്കെ കൂടി ഒന്ന് മെഴുകോളൂ. ഏത് കളറാ എടുത്തതെന്ന് എനിക്കറിയാം. ഇതല്ലല്ലോ. ഞാനതന്നെയാണെന്ന് എനിക്ക് തോന്നണേ. നമ്മുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടറെ പോലെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാന് ശരിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ കൊച്ചു ടിവിയിലുള്ള ഒരു പെണ്ണിന്റെ ഡ്രസ്സാണ്. അതിനാണ് അവൾ കൊടുക്കണെന്ന് എനിക്കറിയില്ല. കുറെ ആൾക്കാരുണ്ടല്ലോ എനിക്ക് തോന്നുന്നു. നിങ്ങൾ പിന്നെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ കമന്റ് ചെയ്യണേ. കൂടാതെ നിങ്ങൾ എന്തായാലും ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ഏതാണ്? ഞാനിനി ലിപ്സ് കൊടുക്കാൻ പോവാണ്. ലിപ്സിന് എല്ലാവർക്കും അറിയാലോ ഒരു കളറാ. ചിലവര് പല പല ഷെയ്ഡ് കൊടുക്കും.
ഏത് വയലറ്റാ? നിന്റെ അല്ല, മേക്കപ്പ് ചിലര് കൊടുക്കൂലേ? ബ്രൗണും ഉണ്ട് വയലറ്റും ഉണ്ട്. ബ്രൗൺ പിന്നെ കുഴപ്പമില്ല. വയലറ്റ് ഒക്കെ ആരൊക്കെ ചുണ്ട് കൊടുക്കാന്ന് അറിയില്ല. ഞാൻ കാണിച്ചു തരാം ഞാൻ ഏത് കളറാണ് കൊടുക്കുന്നത്. ദാ. നിങ്ങളെ ലിപ്സ്റ്റിക് ഈ ഷെയ്ഡിന്റെ colour. നമ്പർ എത്രയാണെന്ന് കമന്റ് ചെയ്യണേ. ഞാനിതാ ലിപ്പ് കൊടുക്കുന്നുണ്ട്. ലിപ്പാണ് കൊളായോന്നൊക്കെ അറിയില്ല. അതിന്റെ മുടി ഇപ്പൊ പകുതി ഞാൻ ആവാനായി. ലിപ്പ് കൊടുത്തു കഴിഞ്ഞു. പകുതി ഇതിന്റെ മുക്കാലായി മുടി. ഇപ്പോഴും മുടി മുടി കണ്ടില്ലേ? അത് ഞാന് ഇതിന്റെ ചിത്രം കംപ്ലീറ്റ് ആവാനായി. അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഡ്രസ്സിൽ കുറെ ഡെക്കറേഷൻസ് കൊടുക്കാൻ പോവാ. ഞാൻ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് എന്തായാലും വാട്ടർ കളർ ആയതുകൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ ഡ്രസ്സ്. പിന്നെ എന്തിനാ ഡെക്കറേഷൻ? ഇനി നമുക്ക് മെയിൻ കളറാണ്. ഈ കളർ കൊടുത്തു നോക്കാം നമുക്ക്. നമ്മളെ മെയിൻ കളർ അച്ഛോ നോക്കല്ലേ, നോക്കൂല. ഈ കളർ കാണിച്ചല്ല, ഈ കളർ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഞാൻ കാണിച്ചത് ഡ്രസ്സിന് ഞാൻ കളർ കൊടുത്തോ. രസമുണ്ടോ എന്നൊക്കെ അറിയില്ല. ഞാൻ കളർ കൊടുത്തിട്ടാണ് അത് അളകുന്നത്. ആവും. ഞാനിപ്പോ അങ്ങനെ കളർ കൊടുക്കില്ല. വാട്ടർ കളർ കൊണ്ട് ഒരു കളർ മിക്സ് ചെയ്തോണ്ടിരിക്കുക. കുറച്ചും കൂടി ഡാർക്ക്, ആ കളർ കുറച്ച് ഡാർക്ക് ആക്കിയാലേ രസം ഉണ്ടാവുള്ളൂ. ഒരു ഫാൻ ഒന്നിടുമോ? ആ എന്റെ മുടി കൊടുത്തേ. ഇനി നമ്മളുടെ ഈ അയ്യോ എന്റെ അടുത്ത് കൊളാവുന്നുണ്ട്. എന്റെ തിരികൊക്കെ എങ്ങനെയാവുന്നാണോ? ഞാൻ തിരികം കൂടും. തിരിക പിന്നെ എല്ലാവർക്കും അറിയാം ഏതാ കളേഴ്സ്. കണ്ണിനത് നമ്മള് നോക്കി വെച്ചിരുന്നു ആദ്യം തന്നെ. എന്താണ് എനിമീസിന്റെ ആ ചിത്രത്തിന് മെയിൻ വരികയെന്ന്. അത് ഒരു പെൻസിൽ ഷെയ്ഡാ കൊടുത്തിരിക്കുന്നത്. ആ ഞങ്ങളത് എനിമീസിന്റെ ചിത്രങ്ങൾ അടിച്ചു നോക്കിയപ്പോ മൊത്തം പെൻസിൽ ഷെയ്ഡാ. കളറിങ്ങിന്റെ അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങള്. ഞങ്ങളിത് ഒറ്റയ്ക്ക് ചെയ്യുന്നതാ കളറിങ്, നോക്കിയിട്ടല്ല. ഇത് ഐലൈനർ ആണ് ഇങ്ങനെ വര വര വരച്ചിരിക്കണേ. ഐലൈനർ ആണ് വര വര. ഞാന് ഐലൈനർ ആയിട്ടാ കൊടുക്കുന്നത്. ഇത് ഐലൈനർ ആവും. അയിമൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം കഴിഞ്ഞ ചിത്രം കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ഹെഡ് ഒരു പ്രോബ്ലം പറ്റിപ്പോയി. എന്താ വെച്ചാൽ ഡ്രസ്സിന്റെ കളർ ഒന്നും ഇവിടെ കേറിപ്പോയി. കഴുത്തിന്റെ ഭാഗത്തുതാ ഉണ്ടാവും. കഴുത്തിന്റെ ഭാഗത്ത് അതാണ് പെയിന്റിന്റെ ഇത്. അപ്പൊ അതൊരു കുഴപ്പമുണ്ട്. നമുക്ക് ഈ കളർ കൊണ്ട് നിന്റെ കുറച്ച് നിന്റെ വേറൊക്കെ കളേഴ്സ് ഇല്ല, അതൊന്നും മറ്റേക്ക് എടുക്കുവോ? രണ്ട് ഈ രണ്ടെണ്ണം ഉണ്ട്, ഡാർക്കും ലൈറ്റും. ഡാർക്കും താങ്ക് യു. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഡ്രസ്സിനൊരു ഈ ഒരു ഷെയ്ഡ് കൊടുത്തു. രണ്ട് സൈഡിലായിട്ടാണ് കൊടുത്തത്. ഈ പെണ്ണിനെന്താ ചുണ്ടില് വരല്ലാത്ത ഉണ്ടല്ലോ? ഇല്ല, അതിന് നടുവിൽ വരണ്ടാവില്ലേ? ആഡ് ചെയ്തോ? ഞാന് ചുണ്ടിന് കൊടുത്ത കളറുകൊണ്ട് ആഡ് ചെയ്യാം. എന്റെ വാട്ടർ കളറോട് കൊടുത്തോണ്ട് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആവുന്നുണ്ട്. നിന്റെ അത് ആഡ് ചെയ്യാൻ കഴിയില്ലേ? ആ സാറില്ല, ഇപ്പൊ അങ്ങനെ കൊടുത്തോ. അങ്ങനെ കൊളായിട്ടുണ്ട്. ഞാനിതാ പിരികത്ത് കൊടുത്തിരിക്കുന്ന കളർ ഉണ്ടോ? പിരികത്ത് കൊടുത്തിരിക്കുന്ന കളർ ഇതാണ്, നോക്കരുത് കേട്ടാ. പിന്നെ ഞാൻ ചുണ്ടിന് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ഇതാണ്. പിന്നെ ഞാൻ ഡ്രസ്സിന് കൊടുക്കുന്ന കളറ് ഇതാണ്. ഞാൻ കൊടുത്തോണ്ടിരിക്കാം. ഭാഗം ഒന്നും അതാവണത്. ചിത്രം വരയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അവളത് കഴിഞ്ഞോ എനിക്ക് അറിയൂല. ലാസ്റ്റ് ഡ്രസ്സ് കൊടുക്കുന്നുള്ളൂ. മുഖത്തുള്ള ഓൾറെഡി സാധനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു, പക്ഷെ ബോഡി കളർ കൊടുത്തിട്ടില്ല. ലാസ്റ്റ് എന്റേത് ഫേസും ആയി, ഡ്രസ്സും ആയി, ഹെയറും ആയി. പിന്നെ നീ എന്തെങ്കിലും ഞാനിപ്പോ ഒന്ന് ഔട്ടർ ഒന്ന് ജസ്റ്റ് റെഡി ആക്കാണ്. ബ്ലാക്ക് മാർക്കറിന്റെ ഒന്ന് കണ്ടല്ലോ. അല്ല, അതിന്റെ വാട്ടർ കളർ കൊണ്ട് കൊടുക്കുന്നത് വെള്ളത്തില് മാർക്കർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ ചിത്രം ജസ്റ്റ് ഒന്ന് ഇതായിട്ട് അതൊന്ന് ക്ലിയർ ആക്കുക. എന്റെ ഡ്രസ്സ് കൊളയുന്ന തോന്നുന്നു. എന്റെ ഡ്രസ്സ് കൊളായിട്ടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല.
ഫ്രണ്ട്സ്, നിങ്ങൾ ലാസ്റ്റ് നോക്കിയാലേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾക്ക് പറയില്ല, ഞങ്ങൾ രണ്ടുപേരും വരച്ചിരിക്കുന്ന. എനിക്കിപ്പോൾ ഓളത് നോക്കാനേ തോന്നുന്നുണ്ട്. വേഗം കഴിയാനാ ഞാൻ തീരുമാനിക്കുന്നത്. എനിക്ക് എന്റെ നോക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഓളത് നോക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഇന്റെ നോക്കാൻ തോന്നില്ല. അവള് പറഞ്ഞ ശരിയാണ്. ഇവളെ സ്വയം വരച്ച ചിത്രം നോക്കാൻ തോന്നില്ല കൊളായോണ്ട്. കുളായിന്നോ എനിക്കും പോലും അറിയില്ല. അതൊക്കെ അറിയുള്ളൂ, നിങ്ങൾക്കേ അറിയുള്ളൂ കുളായിണ്ടോന്ന്. നിങ്ങൾ ആരുതാണ് ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടായ പേര് താഴെ കൊടുക്കുക. എന്റെ പേരെന്താ? ഇവളെ പേര് അച്ചു, എന്റെ പേര് മാളു എന്നാണ്. ഇതിൽ കൊടുത്താൽ മതി, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ആരുടെ രസമായതെന്ന്. അപ്പൊ ഞാൻ ബോർഡർ നിന്റെ പെയിന്റ് ആയതുകൊണ്ടാണ് നിന്റെ വേഗം കഴിയുന്നത്. എന്റെ ഈ കളറല്ലേ. ക്രയോൺസ് കൊണ്ട് കൊടുക്കാൻ കുറച്ച് റിസ്ക് ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ഉണ്ടായി ഞാനതാണ് എനിക്ക് ആദ്യം താല്പര്യമില്ലാത്ത വാട്ടർ കളർ കൊണ്ട് കൊടുക്കാന്. ക്രയോൺസ് കൊണ്ട് കൊടുക്കാനല്ലേ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത? ആ അതന്നെ, വാട്ടർ കളർ ജസ്റ്റ് ഒന്ന് മാറി പോയതാ. ക്രയോൺ കൊണ്ട് കൊടുക്കാനൊക്കെ ഇഷ്ടം. ഈ എക്സാം ഒക്കെ വരുമ്പോ ചിത്രങ്ങളിൽ ഈ വാട്ടർ കളർ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ക്രയോൺസ് ഇപ്പൊ അധികം ക്രയോൺസ് വെച്ചിട്ട് കളർ എടുക്കില്ലേ എക്സാം പേപ്പറിലൊന്നും? ആ ഇല്ല. അപ്പം അപ്പോ ഗൈസ് എന്റെ ചിത്രം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പൊ ഗൈസ് ഞാനിതോ ഡ്രസ്സിൽ കൊടുത്ത കളർ നിങ്ങളെല്ലാവരും കണ്ടു. നീ നോക്കരുത് കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു സാധനം ആഡ് ചെയ്യാൻ പോലെ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇത് ആഡ് ചെയ്യാൻ, ആ ഡ്രസ്സിന് കുറച്ചൊരു തിളക്കം വേണ്ടേ, അപ്പൊ അതിനൊരു ആഡ് ചെയ്യാൻ എടി ഇവള് ഗിൽട്ടർ വരെ എടുത്തോണ്ടോ ചിലപ്പം തിളക്കത്തിന്. അതൊന്നും എടുത്തിട്ടില്ല. എടി നമുക്ക് ഈ മറ്റേ കൊറിയൻ ഫീൽ എടുക്കുക. കൊറിയൻ ഫീൽ ഞാനും നമുക്ക് ഒപ്പടിക്കല്ലോ പോലീസേ. കൊറിയൻസിലൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് എടുക്കുക. കൊറിയൻസ് അല്ല, കൊറിയക്കാരോട് ചോദിച്ചു നിങ്ങളുടെ മുഖം എങ്ങനെയാണ്. അങ്ങനെ ഒന്ന് ഞങ്ങൾ ഈ ആ പേരെന്തായിരുന്നു? ഓ ഞാൻ മറന്നുപോയി. ഞാനും എനിക്ക് ആ പേരെന്താന്ന് പോലും അറിയില്ല. എന്റെ കഴിഞ്ഞു, എന്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അനി എനിക്ക് എന്റെ നോക്കരുത് എന്നാല്. ഓക്കെ, ഔട്ടർ ഔട്ടർ ഇങ്ങനെ കൊടുത്തു കേട്ടോ. ഇതാണ് ഇപ്പൊ എന്റെ ഡ്രസ്സിൽ ഇങ്ങനത്തെ ഒരു ഞാൻ ഔട്ടർ കൊടുക്കുന്നില്ല. ഔട്ടർ കൊടുത്താല് നിങ്ങൾക്ക് ഇവളത് കാത്തിരിക്കട്ടോ. കഴിഞ്ഞ ഇല്ല, ഞാൻ ബോഡി കളർ ഇപ്പൊ കഴുത്ത് കൊടുക്കുന്നുള്ളൂ. എന്റെ ഡ്രസ്സൊക്കെ ഒരു ഷെയ്ഡിലൊക്കെ ഈ അതിന് ഒന്നും കൂടി കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് എന്റെ വെളിയും തോന്നുന്നു. ബോഡി കളർ ഒന്ന് നമ്മളെ ബ്ലാക്കിലും ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് നോക്കാം. രസം ഉണ്ടാവും അറിയില്ല. ആ ഗൈസ് രസമുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇവളാവും ജയിക്കാന്നാണ്. ഇതിപ്പോ കള്ളാണ്. ലാസ്റ്റ് ചിത്രം കാണുമ്പോൾ നിങ്ങൾ പറയും ഓക്കാണ് ഫസ്റ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഭയങ്കര ഡ്രോയറാണ്. ഓളോളെ ടീച്ചറെ വരച്ചിരിക്കുന്നത്, ഓളെല്ലാരും വരച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇന്നെ വരച്ചു. പക്ഷെ ഞാനിങ്ങനെ എനിമീസിനൊന്നും അങ്ങനെ വരച്ചിട്ടില്ല. അതിന്റെ ഒരു ഞാൻ എനിമീസിനെ പോലും കാണില്ല, എന്നിട്ടാണ് വരയ്ക്കുക. ഓള് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ വരച്ചിട്ടില്ല കേട്ടോ. ഞാൻ വരച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഈ ഒരു പെണ്ണ് ഏതാ പെണ്ണെന്ന് പോലും എനിമീസിനൊക്കെ കാണാത്ത ആൾക്കാരോ ഞാൻ കണ്ടില്ല. ശരിക്കും പറയാം, കണ്ടിട്ടുണ്ട് പിക്ചറുകളൊക്കെ. അയ്യോ എന്റെ പുറത്തേക്കൊക്കെ പോയി. ഞാൻ അവിടെ നിന്ന് വെള്ളം അല്ലേ അല്ല പുറത്തേക്ക് ഇന്റെ കൊറേ പുറത്തേക്ക് പോയിണ്ടാവും. ഞങ്ങളുള്ള കുട്ടിയോ വരച്ചു കഴിഞ്ഞോ? ഇല്ല, മുഖത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ ഔട്ടറിൽ ഒരു സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. അയ്യോ ഞാൻ കണ്ണു കൊടുക്കാൻ മറന്നു. എന്റെ അമ്മ, ഞാൻ പറഞ്ഞ ശരിയാണല്ലോ, കണ്ണ് കൊടുത്തില്ല ആരും. ഞാനൊരു പുതിയ ടൈപ്പ് കണ്ണാട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട്. ചില കൊറിയക്കാരെ കണ്ണ് കാണാം നമുക്ക് പല പല ഷെയ്ഡിലാവും. സാധനം വെക്കുന്നതടി. ലെൻസ് വെക്കുന്നുണ്ട് ചിലവര്. ലെൻസോ കുൻസോ എന്തെങ്കിലും ആവട്ടെ. അയ്യന് ഈ കളറായിട്ട് കൊടുക്കുന്നത്. നീ ഒരു വര വരച്ചിട്ടില്ലേ ഇവിടെ? അത് കൊടുക്കണോ? എനിക്കൊന്നും വയ്യ. എന്തത് ബോഡി കളർ? അത് ബോഡി കളറാന്ന് മനസ്സിലാവില്ലല്ലോ. ഓക്കെ, എന്റെ അവസാനിച്ചു. അവസാനിച്ചു. വീഡിയോ അവസാനിച്ചിട്ടില്ലല്ലോ.
ഓളത് അവസാനിച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പൊ ഞാൻ ഇതാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ പിരികത്തെ കളർ ബോഡി കളറിലേക്ക് ചേരുന്നുണ്ട്. കഴിഞ്ഞോ? ഇല്ല, എനിക്ക് ബോറടിക്കുന്നുണ്ട് ഇവള് കഴിയാൻ. ചൂടെടുക്കുന്നു ഫാറ്റാ എല്ലാം. പിന്നെ ഒക്കെ ബോറടിക്കും. നമ്മളെ ചൂടെടുത്തിട്ട് എന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ മുടിയുള്ള ആള് ഞാനാട്ടോ. ഏറ്റവും ഉള്ളുള്ള ആൾട്ടാ, മുടിയുള്ളതല്ല. ഇതിന് കൊടുത്തോ? ഔട്ടർ ഭാഗം കൊടുത്തോ? ഇല്ല, ഞാൻ കൊടുക്കൂല. ഇത് കൊടുത്താൽ ഞാൻ അങ്ങനെയാണെങ്കിൽ അതൊന്നും തീരൂല. അല്ല, ഔട്ടറിന് ബ്ലാക്ക് ആണ് നീ കൊടുക്കാറല്ലേ? അത് കൊടുക്കണ്ട? ഇല്ല. അല്ല, ഞാൻ പറഞ്ഞ കളറിനെയാണോ ഇപ്പൊ കൊടുത്തിരിക്കണേ? എന്ത് എന്ത് ഞാൻ ഒട്ടം കൊടുത്തിട്ടില്ല. കൊടുക്കണ്ട? ഇല്ല. അല്ല, ബ്രൗണ് ഒന്നുകൂടെ ഇട്ട. ബ്രൗൺ മാത്രം. വാട്ടർ കളർ എന്തോ ഒരു പന്തികയുടെ വിലയിലേക്ക്. ഉണങ്ങാൻ വെക്കാൻ സാധനം ഇടണ്ടടി. ഇടാ. നമുക്ക് ഇതാ ഗൈസ്, ഈ വാട്ടർ കളർ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് കണ്ടോ, ക്രയോൺ കൊണ്ട് കൊടുത്തപ്പോ ജസ്റ്റ് ഒന്ന് കേറി പോയടെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫാൻ ഇടണ്ട. ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആകൊന്ന് പാറിപ്പോവും. അതുകൊണ്ടാണ് ഫാൻ ഇടാത്തത്. ചൂടൊന്ന് ജസ്റ്റ് സഹിക്കോ? എനിക്ക് ചൂട് സഹിക്കാൻ വയ്യാത്തോണ്ട്. ചൂട് കഴിഞ്ഞ അപ്പൊ കഴിഞ്ഞ ഇല്ല. ഇപ്പൊ എന്താ കൊടുക്കണേ? മുഖം തന്നെ ബ്രൗൺ ഒന്നും എനിക്ക് വേണ്ട. ആ പാനറ്റിലിട്ടോ ബ്രൗണ്. ഞാനേ അപ്പൊ ഇതൊക്കെ ജസ്റ്റ് വാഷ് ചെയ്ത ബ്രഷ്. നല്ല റിസ്ക് ഉണ്ടായിരുന്നു ചിത്രം വരയ്ക്കാൻ. എന്റെ സ്വഭാവം വെച്ചാൽ പെട്ടെന്ന് ഞാൻ ചിത്രം, എനിക്ക് എന്തൊരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്റെ കഴിയും. എന്ന് വെച്ചാൽ ഒരു വലിയ ചിത്രമാണെങ്കിൽ ഇവളെ കാര്യം എന്താ വെച്ചാല്, ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞ ടഫ് ചിത്രമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് 1 മിനിറ്റ് പറഞ്ഞാൽ 1 മണിക്കൂറാവും. ഇനിയിപ്പോ ഓള് വരയ്ക്കുകയാണെങ്കിൽ 2 ദിവസം എടുക്കും. ആരെ പറഞ്ഞു എന്റെ ഇപ്പൊ കഴിയും? അല്ല, കഴിയൂലട്ടാ. കണ്ട ഓള് കഴിച്ചിട്ടില്ല. ഇല്ല, ബോർഡർ കൊടുക്കാനായിരുന്നു അല്ലേ? വേണ്ട, ഞാനാണ് ബോർഡർ കൊടുക്കണ്ടെന്ന് അറിയുന്നേ. സമയമില്ല. മൂക്കിന് പകരം ഒരു വരട്ട് കൊടുത്തിരിക്കുന്നത്. അതങ്ങനെയായിരുന്നു ചിത്രം. ഞങ്ങൾ കൊറേ സെർച്ച് ചെയ്തിട്ടാണ് ഈ ചിത്രം കിട്ടിയത്. നമ്മൾ കൊറേ നോക്കി, പക്ഷെ തപ്പിയിട്ട് എന്നാലും കിട്ടിയിട്ടില്ല. ലാസ്റ്റാണ് ഈ ഒരു ചിത്രം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇത് വരച്ചു. മൊത്തം ഷെയ്ഡിങ് ആയിരുന്നു എല്ലതും. നമ്മൾ ഷെയ്ഡിങ് അല്ലാത്ത ഈ ചിത്രം എന്റെ കലാവിരുദ്ധാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, ലൈക്ക് ഒന്ന് ചെയ്യണേ. എടി, ഞാൻ ബാക്ക് വെച്ചിട്ട് എന്റെ ഒപ്പിടുക. ശരിയാണ്, പക്ഷെ എന്റെ വാട്ടർ കളറാ. വാട്ടർ കളർ ഉണ്ടല്ലേ? എന്റെ ഒപ്പ് ആരും കണ്ടിട്ടില്ല. ഭയങ്കര ഉപ്പാ ഓളെ ഉടുപ്പിട്ടിട്ടാ ഞാൻ ഒപ്പിട്ടതാ. അപ്പൊ കാണുന്നില്ല. ഞാൻ എന്തോ ഒപ്പൊന്നും ഡാർക്കായിക്കോട്ടെ. നമുക്ക് തമ്മിൽ നോക്കാം. ഈ നടുത്തെ വന്മതിൽ നമുക്ക് മാറ്റാൻ പോവാണ്. കഴിഞ്ഞോ? നമുക്ക് ഇനി വന്മതിൽ മാറ്റാം. കഴിഞ്ഞോ? കഴിഞ്ഞ് മാറ്റിക്കോ. മാറ്റാണ്. ഞങ്ങൾ തമ്മിൽ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ രണ്ടാളെ ചിത്രം. ഇനി ഞങ്ങൾ തമ്മിലൊന്ന് നോക്കട്ടെ. ഞാൻ ഇവൾ അച്ചു ചുണ്ടിന് പിങ്കാ കൊടുത്തിരിക്കുന്നത്, ഞാൻ കൊടുത്ത റെഡാണ്. ഡ്രസ്സിന് ബ്ലാക്ക് കുത്ത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആഡ് ചെയ്തൊന്നിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച ബാർബി കേട്ടോ. ബാർബിനെ പറഞ്ഞാൽ എനിക്ക് ആ പെണ്ണിനെ ഉദ്ദേശിച്ചു. പെണ്ണിന്റെ പേരെന്താണ്? എന്തോ ബി വെച്ചിട്ട് അങ്ങനെ ആരും ആണ്. നിങ്ങൾക്ക് ഇതിന്റെ പേരറിയാണെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതാന്ന് കമന്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ട എല്ലാവരും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ചിത്രത്തിന്റെ കമന്റ് ചെയ്ത് കഴിഞ്ഞാല് നല്ല കമന്റ് ഒക്കെ ഇടുന്ന ആൾക്കാർക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. എന്ത് ഗിഫ്റ്റാ?
അതൊക്കെ സർപ്രൈസ്. ഞാൻ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. പിന്നെ അനക്കം കൂടുതൽ കിട്ടുക.